ഇങ്ങനെ കോർപ്പറേഷൻ ഓഫീസിലേക്ക് മന്ത്രിയുടെ ഓഫീസിലേക്കൊക്കെ മാർച്ച് നടത്തുന്നു. മറുവശത്ത് CPM അവിടെ കളമശ്ശേരി നഗരസഭയിൽ കളമശ്ശേരിയിലെ വിഷയം ഉന്നയിച്ചുകൊണ്ട് അവിടെ നഗരസഭയിലേക്ക് CPM-ന്റെ മാർച്ച് ഉണ്ടായിരുന്നു ഇന്നലെ. അങ്ങനെ ഒരു രാഷ്ട്രീയ പോരുണ്ട്. അപ്പോൾ ഈ കളമശ്ശേരിയിലെ സാഹചര്യത്തിൽ CPM നേതൃത്വത്തിന്റെ ആരോപണങ്ങൾ എന്തൊക്കെയാണ്? ഹെൽദോ, ഇത്തവണ ഈ കൊച്ചിയിലെ വെള്ളക്കെട്ടുമായി ബന്ധപ്പെട്ട് നമ്മൾ ഏറ്റവും കൂടുതൽ കണ്ടത് ഈ കളമശ്ശേരിയിലെ മൂലേപ്പാടം ഭാഗങ്ങളിൽ വീടുകളിൽ വെള്ളം കയറിയതാണ്. രാത്രിയോടെ തന്നെ അവരെ പലരെയും ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് മാറ്റുന്നതും അതോടൊപ്പം തന്നെ വീടുകളിൽ താമസിക്കാൻ കഴിയാതെ മുകളിലത്തെ നിലയിലൊക്കെ ആളുകൾ മാറി താമസിക്കുന്നതും അവരുടെ വീട്ടു സാധനങ്ങളൊക്കെ നശിക്കുന്ന ഒരു സാഹചര്യം നമ്മൾ കണ്ടതാണ്. ഞാനിപ്പോൾ നിൽക്കുന്ന ഈ മൂലേപ്പാടത്തെ ഒരു വീട്ടിലാണ്. ഇവര് ഇപ്പോഴും അതിന്റെ വൃത്തിയാക്കൽ പരിപാടികൾ നടക്കുന്നതേ ഉള്ളൂ. വലിയൊരു ബുദ്ധിമുട്ടാണ് ഈ വീട്ടുകാർക്ക്. പൈസ കൊടുത്ത് ഇത്രയും വൃത്തിയാക്കി, ഇതിന് കഴിഞ്ഞ വർഷവും ഇതുപോലെ വെള്ളം കയറി വീട് ഉയർത്തുന്ന സാഹചര്യം ഉണ്ടായി. എങ്കിൽ പോലും വീണ്ടും വെള്ളം കയറി വെള്ളക്കെട്ടുണ്ടായപ്പോൾ ഇത് തന്നെയാണ് സാഹചര്യം. ഇത് മന്ത്രി P. രാജീവിന്റെ മണ്ഡലം കൂടിയാണ്. ഇത് ഓരോ തവണയും ഇവിടെ വെള്ളം കയറുമ്പോൾ അല്ലെങ്കിൽ ആളുകൾക്ക് ഇത്തരത്തിൽ ദുരിതം അനുഭവിക്കുമ്പോൾ കൃത്യമായ പരിഹാരം ഉണ്ടാകാമെന്ന് പറഞ്ഞു പോകുന്നതല്ലാതെ നഗരസഭയോ അല്ലെങ്കിൽ MLA-യോ ആരും ആയിക്കോട്ടെ ഇതിന് കൃത്യമായിട്ടുള്ളൊരു പരിഹാരം കണ്ടെത്താൻ ശ്രമിക്കുന്നില്ല. അല്ലെങ്കിൽ അവർ എന്തുകൊണ്ടാണ് ഇത്രയും ജനങ്ങളുടെ ഒരു ദുരിതം മനസ്സിലാകാത്തത്? ഇത് ആരാണ് ഇതിൽ പഴിക്കേണ്ടത്? ആരുടെ അലംഭാവമാണ് ഇത്തരത്തിൽ വലിയൊരു ദുരിതത്തിലേക്ക് ജനങ്ങളെ തള്ളിവിടുന്നതെന്ന് നമുക്കിപ്പോഴും മനസ്സിലായിട്ടില്ല. നമ്മളോടൊപ്പം ഈ വാർഡിലെ കൗൺസിലർ കൂടി ചേരുന്നുണ്ട്. കൗൺസിലർ, ഇത് ഇവിടെ ഒരു സ്ഥിരം കാഴ്ചയാണ്. ഒരു മഴ പെയ്താൽ കൊച്ചി നഗരം മുങ്ങുന്നു, അല്ലെങ്കിൽ ഈ കളമശ്ശേരിയിൽ ഏറ്റവും കൂടുതൽ വെള്ളക്കെട്ടുണ്ടാകുന്നു, ജനങ്ങളുടെ ജീവിതം ദുരിതത്തിലാണ്. ഈ വീട്ടുകാർ തന്നെ വലിയൊരു മാനസികാവസ്ഥയിലാണ് കൂടിയാണ് അവർ കടന്നു പോകുന്നത്. എന്തുകൊണ്ടാണ് ഇതിലൊരു ശാശ്വതമായിട്ടുള്ളൊരു പരിഹാരം കണ്ടെത്താൻ കഴിയാത്തത്? കളമശ്ശേരി മൂലേപ്പാടം പ്രദേശത്തെ വെള്ളക്കെട്ട് നമുക്ക് വർഷങ്ങളായിട്ടുള്ള ഒരു പഴക്കമുണ്ട്. 25 വർഷത്തോളം മുമ്പ് മുതലേ നമ്മൾ സ്ഥിരമായിട്ട് മാറി മാറി വരുന്ന എല്ലാവരും തന്നെ പറയുന്ന ഒരു കാര്യം കളമശ്ശേരി മൂലേപ്പാടത്തെ ഒരു വെള്ളക്കെട്ട് പരിഹരിക്കുക എന്നതാണ്. ഇപ്പോൾ നമ്മുടെ ബഹുമാനപ്പെട്ട മന്ത്രി P. രാജീവ് അവറുകൾ നമ്മുടെ MLA ആണ്. അദ്ദേഹം വന്നതിന് ശേഷമാണ് നമുക്ക് കുറേ ഓരോ ഡിപ്പാർട്ട്മെന്റ്, അതായത് PWD, വാട്ടർ അതോറിറ്റി, NH, റെയിൽവേ, മുനിസിപ്പാലിറ്റി, ഈ 5 ഡിപ്പാർട്ട്മെന്റിന് ഏകീകരിച്ചുകൊണ്ട് കളക്ടറെ ചേംബറിൽ പല പ്രാവശ്യം നമ്മൾ മീറ്റിംഗ് കൂടുകയും ശാശ്വത പരിഹാരത്തിന് കുറേ കാര്യങ്ങൾ റെക്കമെൻഡ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഇതിൽ NH, റെയിൽവേ ഒരു രീതിയിലുള്ള സഹകരണം നമ്മളായിട്ട് ഉണ്ടായിട്ടില്ല. അവരുടെ അവിടെ വരുമ്പോൾ ഒരു പൈപ്പ് മാത്രമാണ് മൂലേപ്പാടത്തെ വെള്ളം കടന്നു പോകാനുള്ളൂ. അവർ ഇതുവരെയും അതിന് ഒരു പൈപ്പ് ഇടാനുള്ള ഒരു നിർദ്ദേശം വെച്ചിട്ട് അതിന് സഹകരിക്കണ ഒരു രീതിയിലുള്ള ഒരു പ്രതികരണവും അവരുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടില്ല. NH ആണെങ്കിൽ പല പ്രാവശ്യം 40 ദിവസത്തിനുള്ളിൽ വർക്ക് നടത്താമെന്ന് പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ പറയുന്നു പല രീതിയിലും 3 പ്രാവശ്യം ടെൻഡർ വെച്ചിട്ടും ടെൻഡർ എടുക്കാൻ ആളില്ല എന്ന്. അതുപോലെ തന്നെ മിനിസ്റ്റർ ഇടപെട്ട് റെയിൽവേക്ക് ശേഷം സാലീസ് മുതൽ മുട്ടാർ പുഴ വരെയുള്ള സ്ഥലങ്ങളിൽ ഇവിടെ നിന്ന് പോകുന്ന ഒരു 2.5 മീറ്റർ വീതിയുള്ള തോട് ആ ഭാഗങ്ങളിൽ എത്തുമ്പോൾ 80 സെന്റിമീറ്ററിലേക്ക് ചുരുങ്ങുകയാണ്. ഈ 80 സെന്റിമീറ്ററിൽ നിന്ന് ഇവിടെ വരുന്ന വെള്ളം മുഴുവൻ പോകാനുള്ള ഒരു കപ്പാസിറ്റി ആ തോടിനില്ല. അവിടെയുള്ള ഒരു 50-ൽ പരം വീടുകൾക്കും വ്യക്തികൾക്ക് റവന്യൂ റിക്കവറി ചെയ്യണം എന്ന് പറഞ്ഞിട്ട് നോട്ടീസ് കൊടുത്തിട്ടുണ്ട്. അതായത് കയ്യേറ്റ ഭൂമി തിരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് നോട്ടീസ് കൊടുത്തിട്ട് 1 വർഷവും 7 മാസവും കഴിഞ്ഞിട്ടും ഇതുവരെ നഗരസഭയുടെ ഭാഗത്തു നിന്നും ഒരു രീതിയിലുള്ള ഒരു നടപടിയും ഉണ്ടായിട്ടില്ല. ഇന്നലെ കൂടിയ അടിയന്തര കൗൺസിൽ നഗരസഭയിൽ നമ്മൾ പറഞ്ഞ ഒരു കാര്യവും പ്രമേയം അവതരിപ്പിച്ചതും ഈ ഒരു ഭൂമി റവന്യൂ നോട്ടീസ് കൊടുത്ത ഈ ഒരു ഭൂമി നമുക്ക് ഏറ്റവും പെട്ടെന്ന് പൊളിച്ചു മാറ്റി തന്നെ ഈ കാനയുടെ വീതി കൂട്ടിയാൽ മാത്രമേ മൂലേപ്പാടത്തെ വെള്ളം മുട്ടാർ പുഴയിലേക്ക് എത്തുള്ളൂ. 6ാം വാർഡ് എന്ന് പറയുന്നത് മുട്ടാർ പുഴയിൽ നിന്നും 2, 3, 4 വാർഡുകൾ കഴിഞ്ഞിട്ടാണ് 6ാം വാർഡ് ഇരിക്കുന്നത്. ഈ 4 വാർഡുകളിലെയും വെള്ളം ഒഴുകിപ്പോയാൽ മാത്രമാണ് നമ്മുടെ ഈ 6ാം വാർഡിലെ വെള്ളം അങ്ങോട്ട് പുഴയിലേക്ക് ഇരിക്കുകയുള്ളൂ. ഇത്രയും നാൾ നമ്മൾ പറയുമ്പോൾ നാട്ടുകാരും അവിടുത്തെ കൗൺസിലറും എല്ലാം ഈ ഒരു ഭൂമി കയ്യേറ്റം ഒഴിപ്പിക്കുന്നതിന് ഒരു രീതിയിലുള്ള നടപടിയും എടുത്തിട്ടില്ല. ഇപ്പോൾ അവരുടെ ഭാഗത്തും വെള്ളം കയറി കഴിഞ്ഞപ്പോൾ ഇപ്പോൾ എല്ലാവരും സമ്മതിച്ചിട്ടുണ്ട്. അപ്പോൾ ഏകകണ്ഠമായി ഇന്നലെ കൗൺസിലിലെ തീരുമാനം ഉണ്ടായിരിക്കുന്നത് ആ നോട്ടീസ് കൊടുത്ത എല്ലാവരുടെയും ഭൂമി പൊളിച്ചു മാറ്റണം എന്ന് തന്നെയാണ് തീരുമാനം ഉണ്ടായിട്ടുള്ളത്. ആ ഒരു നടപടി ഏറ്റവും പെട്ടെന്ന് ഉണ്ടാകുകയും സാലീസ് കലിങ്ക് വീതി കൂട്ടി പണിയുകയും ചെയ്തു കഴിഞ്ഞാൽ മാത്രമേ നമ്മുടെ ഇവിടുന്ന് വെള്ളം പോവുകയുള്ളൂ. നഗരസഭയുടെ ഭാഗത്തു നിന്നും വളരെ തികഞ്ഞ അനാസ്ഥയാണ് നമുക്കുണ്ടായിട്ടുള്ളത്. ഒരു ക്ലീനിങ് പർപ്പസിന് ഈ മൂലേപ്പാടത്ത് ഈ 2 ദിവസം ഉണ്ടായ മഴയിൽ
ഒരു വീട് പോലും ഇല്ല നശിച്ചു പോവാത്തത്. അവിടുത്തെ സാധനങ്ങളായാലും ഒരു വീട്ടിലെയും ബെഡോ സെറ്റ് ചെയ്ത് നിങ്ങൾക്ക് നോക്കിയാൽ കാണാം എത്രയോ ബെഡുകളാണ്. ഇപ്പൊ നമ്മൾ എത്ര പ്രാവശ്യം നഗരസഭയിൽ നിന്ന് വണ്ടി വന്ന് എടുത്തിട്ട് പോയതിന് ശേഷമുള്ള ഒരു ക്ലീനിങ് കഴിയുമ്പോഴും അവർക്കൊന്നും ചെയ്യാൻ പറ്റാതെ ഇട്ടേക്കുന്ന ബെഡും സാധനങ്ങളുമാണ് ഇവിടെ ഇനിയുള്ളത്. അപ്പൊ ഈ ഒരു സാധനങ്ങൾ എടുത്തു മാറ്റുവാനും നഗരസഭയിൽ നിന്നും വന്ന് ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് ഈ 2 ദിവസം പെയ്ത മഴയിൽ എന്തെല്ലാം സാധനങ്ങൾ കാനയിൽ അടിഞ്ഞിട്ടുണ്ടെന്ന് നമുക്ക് ഇതുവരെ വ്യക്തമല്ല. ഈ ഒരു ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് നമുക്ക് ഒരു നഗരസഭയിൽ നിന്ന് ഒരു പണിക്കാരെ വിട്ടുതരാൻ പറഞ്ഞിട്ട് ഇതുവരെയും ഈ 2 ദിവസം 3 ദിവസം ഫുള്ള് മുങ്ങിക്കിടന്ന ഒരു മൂലേപ്പാടമാണ്. നഗരസഭയിലുള്ള ഒരു ഉദ്യോഗസ്ഥരോ ഇവിടെ വന്ന് നോക്കി എന്താണ് ചെയ്യേണ്ടത്, ഏത് ആൾക്കാരെയാണ് വിട്ടുതരേണ്ടതെന്ന് ഇതുവരെയും ഒരു തീരുമാനം ഉണ്ടായിട്ടില്ല. നമ്മൾ നിരന്തരം ഇപ്പം ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റിനെ ഈ വിവരം അറിയിക്കുകയും ഇന്ന് രാവിലെ ആണെങ്കിലും വിളിച്ചു പറഞ്ഞ് കുറച്ച് പണിക്കാരെ വിട് എന്ന് പറഞ്ഞിട്ട് ഇതുവരെയും ഈ നിമിഷം വരെയും ഒരു പണിക്കാരോ ഒരു നഗരസഭയിലെ ഉദ്യോഗസ്ഥരോ മൂലേപ്പാടം ഭാഗത്തേക്ക് തിരിഞ്ഞു. ഈ നഗരസഭയുടെ ഭാഗത്ത് നിന്ന് ഈ മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങളൊന്നും കൃത്യമായി നടന്നിട്ടില്ല എന്ന് തന്നെയാണോ നിങ്ങൾ വിശ്വസിക്കുന്നത്? അതെ, മഴക്കാലപൂർവ്വ ശുചീകരണത്തിന് നഗരസഭ ഇതുവരെ ഒരു ടെൻഡർ വിളിക്കുക പോലും ചെയ്തിട്ടില്ല. ഇപ്രാവശ്യം ഇലക്ഷൻ ഡിക്ലെയർ ചെയ്തതിനു ശേഷം ടെൻഡർ നടപടികളിലേക്ക് പോകാൻ സാധിക്കാത്തത് കൊണ്ട് മുന്നേയുള്ള ഒരു ടെൻഡർ വെച്ചിട്ട് കുറച്ച് പണിക്കാരെ വിട്ടിട്ടാണ് നമ്മളിപ്പോൾ ക്ലീൻ ചെയ്തുകൊണ്ടിരുന്നത്. നമ്മൾ നിരന്തരം ആവശ്യപ്പെട്ടിട്ടും എന്റെ ആവശ്യങ്ങൾ ഇത് പറഞ്ഞിട്ട് കുറച്ച് തമിഴന്മാരെ പണിക്ക് വിട്ടിട്ടാണ് ഇവിടെ നമ്മൾ ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തിയത്. ഇതൊന്നും മതിയാവില്ല ഇവിടുത്തെ കാനകളിൽ നിന്നുള്ള വേസ്റ്റ് നീക്കുന്നതിന്. അപ്പൊ ഇവിടെയുള്ള നാട്ടുകാരുടെ കണ്ണീരിന്റെ സ്വരമാണ് ഞാൻ ഈ സംസാരിക്കുന്നത്. എന്ന് വെച്ചാൽ നമ്മൾ എന്നും കണ്ടുകൊണ്ടിരിക്കുന്നതാണ് ഇത്രയും കുടുംബങ്ങളുടെ ബുദ്ധിമുട്ടും അവരനുഭവിക്കുന്ന പ്രയാസങ്ങളും. ഒരു ദിവസം വെള്ളം കയറി ക്ലീനിങ് ചെയ്ത് തീരുന്നതിന് മുമ്പ് അടുത്ത ദിവസം വെള്ളം കയറുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും ഒരു ദാരുണ ഒരു സംഭവം നമുക്ക് പറയാനില്ല. അത്തരത്തിലാണ് ഞങ്ങൾ എല്ലാവരും ഈ മൂലേപ്പാടത്തെ ജനങ്ങളെല്ലാവരും ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുന്നത്. ഒരാളെ വിളിച്ചാൽ ഇപ്പൊ നമുക്കൊന്ന് സംസാരിക്കാൻ പോലും ബുദ്ധിമുട്ടുണ്ട് അവരുമായിട്ട്. എന്ന് വെച്ചാൽ അവരുടെ വികാരങ്ങൾ അത്തരം ബുദ്ധിമുട്ടിലാണ്. ഇപ്പം ക്ലീനിങ്ങിന്റെ കാര്യങ്ങളാണെങ്കിലും ഒന്നും നഗരസഭ ഒരു ബ്ലീച്ച് പോലും ഇതുവരെയും കൊടുത്തിട്ടില്ല. മറ്റേ എലിപ്പനിയുടെ ഡോക്സി ഗുളികകൾ നമ്മൾ ഹെൽത്തിൽ നിന്ന് പറഞ്ഞ് എല്ലാവരും വീടുകളിലേക്കും വിതരണം നടത്തിയിട്ടുണ്ട്. ഇവിടെയുള്ള എല്ലാവരും തന്നെ വളരെ ബുദ്ധിമുട്ടിലാണ് കഴിഞ്ഞു പോണത്.